നോക്കുവിന് നമ്മളിൽ ഒരുവൻ മരിച്ചു എന്നങ്ങ് കരുതുക. ശരി, മരിച്ചു. അപ്പോൾ അതെന്താണ്? സ്വന്തമായിട്ട് അങ്ങ് ഇമേജ് ചെയ്യുക, ഞാനൊരു ദിവസം മരിക്കും. മരിച്ചതിന് ശേഷം എന്താണ്? നമുക്ക് ഈ ഭൂമിയിലേക്ക് നോക്കാം. യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മീയ ശരീരം ഭൂമിയിൽ നിൽക്കുന്നില്ല, അത് അദൃശ്യമായിരിക്കുന്ന മറ്റൊരു ലോകത്തേക്ക് പോകുന്നുവെന്ന് എല്ലാവരും വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ മരിച്ചു, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് നമ്മൾ എന്താണ് ഭൂമിയിൽ അല്പം ഉയരത്തിൽ നിന്ന് നമ്മുടെ ഫ്യൂണറൽ സർവീസ്, നമ്മുടെ ശവമടക്ക് കാണുകയാണ്. നീ ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണെങ്കിൽ, വിശേഷാൽ നീ ഒരു ാണെങ്കിൽ നോക്കിക്കേ, നിന്റെ വീട്ടില് നിന്റെ ബോഡി കിടക്കുന്നത് നിനക്ക് കാണാം, നിന്റെ ശരീരം, മൃതശരീരം കിടക്കുന്നത് നിനക്ക് കാണാം. അവിടെ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും നിന്റെ സ്നേഹിതന്മാരും ഒക്കെ അല്പനേരമൊക്കെ ഒന്ന് കരയുന്നത് നമുക്ക് കാണാം. അത് വൈകാരികമാണ്. എന്നാൽ എന്താണ്? നിന്റെ അനേക സ്നേഹിതന്മാര്, നീ ഒരു സമ്പന്നനാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഏറ്റവും വലിയ തിരുമേനി തന്നെ അവിടെ വന്നിട്ട് നിന്നെ പുകഴ്ത്തുന്നത് നിനക്ക് കാണാം. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. എന്ന് മാത്രമല്ല, നിന്റെ എന്താണ്, നിന്റെ കയ്യിലിരിക്കുന്ന, നിന്റെ മക്കളുടെ കയ്യിലിരിക്കുന്ന പണം അവർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നീ കള്ളുകുടിയനായിട്ട് മരിച്ചു കഴിഞ്ഞാലും അവനെന്താണ്, വാനോളം നിന്നെ പുകഴ്ത്തും. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ദൈവത്തെ പോലെയുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നതൊക്കെ നിനക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ നീ ഇങ്ങനെ തന്നെത്താൻ അടിച്ച് അവിടെ നിന്ന് കരയുവാണ്, എൻ്റെ കർത്താവേ, ഭൂമിയിൽ വെച്ച് എനിക്കൊരു പാപമോചനം ലഭിച്ചിട്ടില്ലല്ലോ, ഭൂമിയിൽ വെച്ച് ഇവര് പറയുന്ന പോലൊന്നും എൻ്റെ ജീവിതം ശുദ്ധിയുള്ളതായിരുന്നില്ലല്ലോ, ഞാൻ പാപിയായിട്ടാണല്ലോ മരിച്ചത്. ഈ ഭോഷന്മാർ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരെന്താണ്, ഞാൻ സ്വർഗത്തിൽ പോകും എന്നൊക്കെയാണ് അവിടെ പ്രസംഗിക്കുന്നത്. ഇതാ നരകം ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു, അതിൽ നിന്നെ രക്ഷിപ്പാൻ ഈ പുരോഹിതന്മാരുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നില്ല. ക്രിസ്തീയ മതവിശ്വാസിയുടെ കാര്യമാണ്. എന്താണ്? നിന്റെ സമ്പത്തിനൊത്തവണ്ണം നിന്റെ ഫ്യൂണറൽ സർവീസ് അവരവിടെ ആർഭാടമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് നിലവിളിയോടെ നരകവിധിയിലേക്ക് കടന്നു പോവുകയാണ്. ഇനി ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു, ഇനി ഞാനാണെന്ന് മരിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴല്ല, പണ്ട് യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഞാനാണ് മരിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈ ആകാശത്തിൽ ഉയർന്നിന്ന് എൻ്റെ വീട്ടിലേക്ക് നോക്കിയാണ്. അവിടെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ എന്താണ്, എൻ്റെ ചുറ്റും കൂടി ഇരുന്ന് കരയുന്നുണ്ട്. അവരെന്താണ്, എൻ്റെ ഭാര്യ തന്നെത്താനടിച്ച് കരയുകയാണ്. അയ്യോ, എനിക്കിനി ആരുണ്ടോ, ഇനി എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല എന്നാണ് അവളുടെ കരച്ചില്. കുഞ്ഞുങ്ങളും വിഷണ്ണരായിട്ടിരിക്കുകയാണ്. അവിടെ എന്താണ്, കർമ്മികൾ വന്നിട്ട് എന്താണ്, വലിയ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവിടെ എന്താണ്, തേങ്ങ ഉടയ്ക്കുന്നു, അവിടെ മറ്റു വിധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ്, കുടത്തിനകത്ത് വെള്ളം എടുത്ത് എൻ്റെ മക്കൾ ഒരു ഒറ്റത്തോർത്ത് മുടുത്തോണ്ട് എൻ്റെ ശവത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് അതൊക്കെയും തല്ലി പൊട്ടിച്ച് അവിടെ ഒഴിക്കുന്നു. എൻ്റെ ശരീരം ചിതയിലേക്ക് വെക്കുന്നു. എന്നിട്ട് എൻ്റെ ആത്മാവ് അങ്ങ് മോശപ്രാപ്തി നേടിയെന്ന് പുരോഹിതൻ പറഞ്ഞ് സംതൃപ്തിയാൽ പുരോഹിതന്മാർക്ക് മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് എന്താണ് അവിടെ പരിവസാനിക്കുകയാണ്. എന്നിട്ട് തീർന്നില്ല, 5-ാമത്തെ ദിവസം അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടിരിക്കും. നോക്ക് പ്രിയപ്പെട്ടവരെ, അപ്പോഴും ഞാൻ വായുവിൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, അയ്യോ പറ്റിപ്പോയല്ലോ, ഇതുകൊണ്ടൊന്നും എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ജീവിച്ചിരുന്നപ്പോൾ എനിക്കൊരു പാപമോചനം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതാ നരകം എൻ്റെ മുമ്പിലുണ്ട്. അപ്പോഴെന്താണ്, അതിനെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയാണ്. ഈ നരകത്തിനൊരു അവസാനമില്ല, ഇതിനൊരു അവസാനമില്ല. ഇവിടെ പുരോഹിതന്മാരെന്താണ്, അടിയന്തരങ്ങൾ നടക്കുകയാണ്, സഞ്ജനകൾ നടക്കുകയാണ്. അവിടെ പള്ളിയിലെ അച്ഛന്മാരും തിരുമേരിമാരും വലിയ പ്രാർത്ഥന നടക്കുകയാണ്. എൻ്റെ ബോഡി ഇട്ടിട്ട് അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള രീതിയിൽ 40 ദിവസം എന്താണ് വലിയ പ്രാർത്ഥനകൾ കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചുപോയ വ്യക്തി, നമ്മൾ ഒത്തിരി പേരെ മരിച്ചു പോയവരെങ്ങനെ അയച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നീ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരും തലവലിയും മാത്രമേ നിനക്കുള്ളൂ. കാരണം എന്താണ്, ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധി നിന്റെ മുമ്പിൽ കാണുകയാണ്. ഒരിക്കൽ ഒരു മർത്തോമ സഭാ വിശ്വാസിയായിരിക്കുന്ന ഒരു മിലിറ്ററി ഓഫീസർ, അദ്ദേഹം മരണാസന്നമായിട്ട് കിടക്കുകയാണ്. യാദൃശ്ചിയാൽ ഞാൻ ആ വീട്ടിൽ കടന്നു ചെല്ലുവാനിടയായി. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം നിലവിളിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, ഞാൻ എന്തുമാത്രം പാപം ചെയ്തെന്ന് നിനക്കറിയാമോ? ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ഞാൻ ചെയ്ത പാപം പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല, അത്രമാത്രം പാപം ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഈ പാപമൊക്കെ ഞാൻ എവിടെയൊന്ന് കഴുകിക്കളയും എന്നാണ് പ്രിയരെ ഇങ്ങനെ നിലവിളിച്ചതിന്റെ കാര്യം. മരിക്കുമ്പോഴാണോ ഇങ്ങനെ നിലവിളി വരുന്നത്? അല്ല, മരിച്ചതിന് ശേഷം തന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ, എൻ്റെ പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ എൻ്റെ കണക്ക് കൊടുക്കേണ്ട ദിവസമുണ്ടെന്ന് ആത്മാവിൽ അവന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ നിലവിളി. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ഓർമ്മ വരും. ഭാര്യയെ തല്ലിയത്, ഭർത്താവിനെ എന്താണ് വഴക്കുണ്ടാക്കിയത്, മറ്റുള്ളവരെ കബളിപ്പിച്ച് പണം നേടിയത്, എന്താണ് ഇങ്ങനെ അനേകമായിരിക്കുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തത്. കള്ളു കുടിച്ചിട്ട് ഞാൻ വലിയ ആണത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ യുദ്ധം ചെയ്തത്, മറ്റുള്ളവരെ തല്ലിയത്, കൊന്നത്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരികയാണ് പ്രിയരെ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഭൂമിയിൽ വെച്ച് ഞാൻ പൗരുഷമാണെന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം അത് വ്യർത്ഥവും സാത്താന്യവും എന്നെ സാത്താൻ നരകാഗ്നിയിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നതുമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും വന്ന് നിലവിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനത്തിലേക്ക് വരാൻ കഴിയും. നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്, നമ്മളെല്ലാവരും കുറ്റം ചെയ്തവരാണ്. എന്നാൽ ഭൂമിയിൽ ജീവിച്ച
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാനസാന്തരത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയരെ, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് എന്താണ് പാപമെന്നും പാപമോചനമെന്നും ഞാൻ പറഞ്ഞു തരാം. നോക്ക് പ്രിയരെ, നമ്മളെല്ലാവരും പാപം ചെയ്തവരില്ലയോ? ഇവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പന്തയം വെച്ച് പാപം ചെയ്യുന്നവരാണ്. കള്ള് കുടിക്കുന്നതിലും മറ്റ് തെറ്റ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ മുൻപന്തിയിലാണ്. അവനെക്കാളും കൂടുതൽ കള്ള് കുടിക്കുന്നതാണ് നമുക്കിഷ്ടം. പണ്ട് എനിക്ക് 2 ക്രിസ്തീയ മതവിശ്വാസിയായിരിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. ഇവരെന്താണെന്ന് അറിയാം, കള്ള് കുടിക്കും. അപ്പോൾ ഒരുത്തൻ പന്തയമാണ്, ഒരുത്തൻ വെള്ളം ഒഴിക്കാതെ ഒരു കുപ്പി മദ്യം ഞാൻ നോക്കിയപ്പോഴെന്താ വായിൽ കൂടി ഒഴിച്ച് തീർക്കുകയാണ്. എനിക്കിതൊക്കെ കണ്ട് അത്ഭുതം തോന്നുകയാണ്. എനിക്ക് എന്റെ രുചിയും മണവും ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് അത്ഭുതം തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നതിൽ മത്സരിക്കുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ നമ്മളെല്ലാം പാപം ചെയ്തവരാണല്ലോ. ഏറ്റവും വലിയ പാപം എന്താണ്? ദൈവമല്ലാത്തതിനെ ആരാധിച്ചു. ആരാണ് ദൈവം? പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, ആരാണ് ദൈവം? ഞാൻ യേശുക്രിസ്തുവിനോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു പള്ളിയിൽ അച്ഛനോട് ചോദിച്ച് ആരാ ദൈവമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പള്ളിയിലെ തിരുമേനയോട് ചോദിച്ചാൽ തിരുമേനിക്ക് അറിയത്തില്ല ദൈവം ആരാന്ന്. ആയിരുന്നുവെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു ജാതി മതസ്ഥർക്കും ദൈവം ആരെന്ന് തിരിച്ചറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ആരാണ്? ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. നോക്ക്, മേളിൽ ആകാശത്തിലേക്ക് നോക്കുവിന് ഇപ്പം മഴക്കാറുണ്ട് സംഗതി തന്നെ. അവിടെ എത്ര സൂര്യന്മാരുണ്ട് പ്രിയരെ? ഒരു സൂര്യനെ കാണുവാൻ കഴിയും. ഈ സൂര്യനെ സൃഷ്ടിച്ചവൻ ആരാണ്? ആർക്കറിയാമില്ലേ? എന്നാൽ ഈ ഏക സൂര്യനെ സൃഷ്ടിച്ചവൻ ആരോ, അവനാണ് ദൈവം. താഴെ ഭൂമിയിലേക്ക് നോക്കിക്കേ, എത്ര മനോഹരമായിട്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. മനുഷ്യർക്ക് വേണ്ട സകല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനാരോ, അവനാണ് ദൈവം. അപ്പോഴെന്താണ്, ഓരോ മതക്കാർക്കും വേണ്ടി ദൈവമുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾക്കൊരു ദൈവമുണ്ടോ? ഇല്ല. ഹിന്ദുക്കൾക്കായിട്ട് വേറൊരു ദൈവമുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾക്കായിട്ട് ഇല്ല. പാകിസ്ഥാനികൾക്കായിട്ട്, ഇന്ത്യക്കാർക്ക് വെവ്വേറെ ദൈവം ഇല്ല. ഉണ്ടെന്നങ്ങ് വിശ്വസിച്ചോ. പക്ഷേ ഓരോരുത്തർക്കും പ്രത്യേകം സൂര്യന്മാരെ അതാത് ദൈവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കാത്തവർ ദൈവമല്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കാത്തവൻ നാളെ ലോകാവസാനത്തോടെ നശിച്ചു പോകും. എന്നാൽ ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ ഒരു ദൈവമില്ല. മുകളിൽ ആകാശത്തിലേക്ക് നോക്കുവിന് ഈ മനോഹരമായിരിക്കുന്ന ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഞാൻ തന്നെയാകുന്നു സത്യദൈവമെന്ന് യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഘോഷിക്കുമ്പോൾ ആ സത്യദൈവത്തെ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാമോ? നാളെ മരിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും, എല്ലാ മനുഷ്യരും എല്ലാ ജാതി മതസ്ഥരും ഈ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ, നിങ്ങളുടെ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീയല്ല ദൈവമെന്ന് അവനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ പറയുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അന്ന് ഭയങ്കരമാണ്. ഭൂമിയിൽ എന്നെ ഏറ്റുപറഞ്ഞവനെ ഞാനും ഏറ്റുപറയും, ഭൂമിയിൽ എന്നെ തള്ളിക്കളഞ്ഞവനെ ഞാനും തള്ളിക്കളയുമെന്നുള്ള അവന്റെ വചനം നിലനിൽക്കുന്നത് കൊണ്ട് അവൻ സത്യദൈവമാണെന്ന് നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നു.